ഫ്രണ്ട്സ്, മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 350ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് മുൻകൂട്ടി ഇങ്ങോട്ട് പറയാൻ പറ്റിയില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം നമ്മളൊരു പ്ലാൻ ചെയ്തുള്ള ഒരു ലീവ് എടുക്കലല്ലായിരുന്നു. എനിക്ക് കുറച്ച് പഠിത്തത്തിൻ്റെയും പിന്നെ കുറച്ച് യാത്രയും അങ്ങനെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കേണ്ടി വന്നത്, എഡിറ്റിങ്ങിനും അപ്ലോഡിന്നൊക്കെ. അപ്പം എനിക്ക് നിങ്ങളോട് മുൻകൂട്ടി പറയാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാണ്ടിരുന്നത്. സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്നതിന് ഒരുപാട് തന്നിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോവാം അല്ലെ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആശയാണ്. ആശ ആ സ്ത്രീയെ വിശ്വസിച്ച് സ്ഥലം കാണാമെന്ന് വിചാരിച്ചു വരികയായിരിക്കും. ആശ പറയും, ഞാൻ മുംബൈയിൽ ആദ്യമായിട്ടാണ്, പക്ഷേ എനിക്കിവിടുത്തെ ആൾക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയും. അങ്ങനെ അപ്പോഴാണ് അശോക് പെട്ടെന്ന് പുറകിന്ന് വിളിക്കുന്നത്. അത് കേട്ടുകൊണ്ട് തന്നെ ആ സ്ത്രീ അവിടുന്ന് ഓടി തടി തപ്പാണ്. അങ്ങനെ അശോക് ആശയോട് തോന്നി ചൂടാവും, നീ എന്തായി കാണിച്ചത്? നിന്നോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ, എന്തിനാ ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത്? ആശ പറയും, അത് ഈ ചേച്ചി എനിക്ക് വീട് കാണിച്ചതാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ചേച്ചി അവിടെ ഉണ്ടാവില്ല. അപ്പൊ അശോക് പറയും, ആ ചേച്ചിയൊക്കെ ഓടി സ്ഥലം വിട്ടു, എന്നെ കണ്ടിട്ട് അവർ ഓടിയത്. നിനക്ക് അറിയാൻ ഞാൻ തന്നെ പറഞ്ഞല്ലേ, ഇതിപ്പോ കാര്യം പറഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാന്ന് പറയാൻ പോലും പറ്റില്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിൽക്കാനും, പിന്നെ എന്തെന്നെ അവിടെ പോകുന്നത്? ഇതെല്ലാം കേട്ട് ആശയ്ക്ക് ആകെ ടെൻഷനാവും. അങ്ങനെ ആശ അശോകിനെ ഹഗ് ചെയ്യും. അപ്പൊ അശോക് പറയും, സാരല്ല പോട്ടെ, ഇത്തവണ അഴക് സംഭവിച്ചല്ലേ, ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനോ ഇതുപോലെ പെട്ടെന്ന് ഒരാൾ വിശ്വസിക്കാനോ പാടില്ല. ഇത് വലിയൊരു നഗരമല്ലേ, നമുക്ക് അറിയാത്ത പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ. അങ്ങനെ അവരവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ്. അവിടേക്ക് ചായ കൊണ്ട് സോജയുടെ അമ്മ വരുന്നുണ്ട്. നിരഞ്ജൻ ചേട്ടാ, ഞാൻ ചെറിയ വായിൽ വലിയ വർത്താനം പറയാന്ന് വിചാരിക്കരുത്. എനിക്കിപ്പോ നിങ്ങളുടെ അവസ്ഥ ഒരുപാട് വിഷമം തോന്നാ. എത്ര നന്നായി പോയിരുന്ന ഫാമിലി ആയിരുന്നു നിങ്ങളുടേത്. എന്നാ ഇപ്പൊ അതെല്ലാം നേരെ തകിടം മറിഞ്ഞില്ലേ? എന്ത് ചെയ്യാനാ, ഇപ്പത്തെ കൊച്ചുകളൊക്കെ എങ്ങനെയാന്നേ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അവനെ എത്രത്തോളം നന്നായാണ് നോക്കിയിരുന്നത്. എന്തൊരു സ്നേഹം നിങ്ങൾക്ക് അവനോട്. പക്ഷെ അവൻ നിങ്ങളോട് തിരിച്ചു ചെയ്തതോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് അശോകനെ കുറച്ചു നേരം കുറ്റപ്പെടുത്തും. അങ്ങനെ ഒടുവിലത് ആശയുടെ അടുത്തേക്കാവും. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം ആശയുടെ പണിയായിരിക്കും. അവൾ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് അശോകയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന. പക്ഷെ അശോക് ഒട്ടും മോശമല്ല. അവളങ്ങനെ പറഞ്ഞു സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാവൻ. എന്തായാലും ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റവാക്കി പോകാൻ പാടില്ലായിരുന്നു അവൻ. അപ്പൊ നിരഞ്ജൻ പറയും, നിങ്ങളിപ്പോ എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇത്രയും കാലം നിൽക്കാൻ പറ്റിയനെ വലിയൊരു അനുഗ്രഹമായി കണ്ടാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജയിച്ചാൽ പോരെ. മറ്റൊരു ജീവിതത്തിൽ വിഷം നടത്തുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കും. നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഈ ചായ കൂടെ എടുത്തൊന്ന് പറയും. അങ്ങനെ അവർ അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ആശനെ അശോകിനെയാണ്. അവരുടെ ഓളോട് ഞാൻ ആക്കുമ്പോഴായിരിക്കും ആശ ഒരു ബോർഡ് കാണുന്നത് ചോക്സി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആശ പറയും, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറി വെക്കാം, ചിലപ്പോൾ പ്രോപ്പർട്ടി സ്ഥലം എന്ത് നമുക്ക് നിൽക്കാൻ കിട്ടിയാലോ. അങ്ങനെ അവരവിടേക്ക് കയറി നോക്കുമ്പോഴായിരിക്കും അവിടുത്തെ ഓഫീസർ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ഇപ്പൊ വന്ന ആ റൂം കിട്ടും, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഫോണൊക്കെ കട്ട് ചെയ്ത് ആശനെ അശോകിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നതിലുള്ള ഞങ്ങൾ ദൈവത്തെ പോലെയാണ് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ സ്വീകരിക്കും. അപ്പോൾ അയാളുടെ വർത്താനം കേട്ടിട്ട് ആശ ചോദിക്കും, അല്ല നിങ്ങൾ മറാഠിയാണോ? അല്ല, ഞാനൊരു അസൽ ഗുജറാത്തി ബോയാ, ഞാനൊരു ഗുജ്ജു ബായ, അറിയോ? പിന്നെ ഞാനിവിടെ നിൽക്കുന്നതാണെങ്കിൽ മുംബൈയിലും, പിന്നെ എന്റെ ഭാര്യയാണെങ്കിൽ ഒരു UP കാരിയാ. എന്ത് ചെയ്യാനാ, മൊത്തം സ്ഥലത്തും എനിക്ക് ആളുണ്ടെന്നേ. ഞാനൊരു അസൽ ഹിന്ദുസ്ഥാനിയാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാര്യം ഇങ്ങനെ വലിയ രീതിയിൽ പറയായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അയാൾ ചോദിക്കും, അല്ല നിങ്ങൾ വന്ന കാര്യം പറ. അപ്പൊ അശോക് പറയും, ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് റെന്റിന് ഒരു അപ്പാർട്ട്മെന്റ് വേണം, സെമി ഫിനിഷ്ഡാണെങ്കിൽ അത്ര നല്ലതെന്ന് പറയും. അപ്പൊ അയാൾ പറയും, അതിനെന്താ, അതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. അങ്ങനെ അയാൾ ഒരുപാട് ലിസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കും, ഒരുപാട് അപ്പാർട്ട്മെന്റ് ഒക്കെ പറയും. പക്ഷെ അവർക്കാണെങ്കിൽ അതൊന്നും ഒതുങ്ങില്ല, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണമല്ലോ നന്നായിട്ട്. അപ്പൊ അവർ പറയും കുറച്ച് കുറഞ്ഞതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ അയാൾ വീണ്ടും കുറെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പൊ ആശ പറയും, ചേട്ടൻ ഞങ്ങൾക്ക് ഇത്ര അധികം പൈസ ഒന്നും കൊടുക്കാൻ മാത്രമില്ല, അതുകൊണ്ട് കുറച്ച് കുറഞ്ഞതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ അയാൾ പറയും, എന്നാ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റിന്റെയാണ് വേണ്ടത്, അന്ന് നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ ആശ പറയും, ഒരു 5000 രൂപയുടെ ഒക്കെ അത്രേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, അത്ര പൈസ എടുത്തോളൂ.